ഇന്നൊരു മോര് കറിയുടെ റെസിപ്പി കാണിക്കാം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല കുറുകിയൊരു മോര് കറി. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ചേമ്പ്, അരമുറി തേങ്ങ, 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു വലിയ ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ 2-3 എണ്ണം വേണം. പിന്നെ 1 കപ്പ് നല്ല പുളിയുള്ള തൈര്. ഈ അരമുറി തേങ്ങയിലേക്ക് 1/4 സ്പൂണ് നല്ല ജീരകം, 1 പച്ചമുളക്, പിന്നെ ഞാൻ 1/4 സ്പൂണ് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയുള്ളി, കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് നടുവേ കീറിയതും 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചേമ്പിന് പകരം നമുക്ക് ചേന, കുമ്പളങ്ങ, പിന്നെ പച്ചക്കായ ഒക്കെ ചേർത്തുണ്ടാക്കിയാൽ ഒരു നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഏകദേശം ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മുളകും പൊടി ഒന്നും ചേർക്കില്ല. ഇതിൽ എരിവ് വരുന്നത് ഈ പച്ചമുളകൊന്നും പിന്നെ കുരുമുളകൊന്നുമാണ്. ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ചേമ്പ് മുങ്ങി കിടന്നിട്ട് വേവണം. അതിപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. അത് ഏകദേശം ഈ പരുവം ഒരു വറ്റാറായി എന്നുള്ള പരുവമായപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരമുറി തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു. പിന്നെ ആ ജാറിനെ കഴുകിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിള വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള 1/2 കപ്പ് തൈര്. ഇവിടുത്തെ തൈരിന് പുളി കുറവാണ്. നല്ല പുളികളാണെങ്കിൽ ഒരു 1/4 കപ്പ് അത്രയൊക്കെ മതിയായിരിക്കും. അത് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ അതേപടിയാണ് ആഡ് ചെയ്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒഴിച്ചാൽ പിന്നെ അധികം തിള വരരുത്. തിള വന്നാൽ ഇതിങ്ങനെ പിരിഞ്ഞ പോലെയായി പോവും. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതിനകത്തേക്ക് ഞാൻ 1/4 സ്പൂൺ ഉലുവപ്പൊടി, 1/4 സ്പൂണിന് താഴെ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു നുള്ള് കായപ്പൊടി. അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉലുവപ്പൊടി, നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടതേ വേണമെങ്കിൽ കടുകിൽ ഒന്ന് വറവിടാം, പക്ഷെ നമ്മൾ ഓൾറെഡി വറവിട്ടിട്ട് തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ.